രക്ഷയുടെ പാതയിൽ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ സഭയുടെ പല സ്വഭാവങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ചു. ഇനി പ്രധാനപ്പെട്ട 4 കാര്യങ്ങളാണ് അടുത്ത 4 അധ്യായങ്ങളിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിലേക്ക് നമുക്ക് വരാം. ഈശോയുടെ അനുഗ്രഹം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഇരിക്കുന്ന ഇടങ്ങളിൽ തന്നെ കരങ്ങളൊന്ന് കൂപ്പിപ്പിടിച്ച് സർവശക്തനായ ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്കായിരിക്കാം. ഈശോയെ, അങ്ങ് സ്ഥാപിച്ച സഭയെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് അങ്ങയുടെ മക്കൾ അങ്ങയുടെ മുമ്പിൽ വന്നിരിക്കുന്നു. ഞങ്ങളെ തൊട്ടനുഗ്രഹിക്കണമേ. ഈശോയെ, ഞങ്ങൾക്കറിയാത്തതൊക്കെ അങ്ങ് തന്നെ ഞങ്ങളുടെ അടുത്ത് വന്നിരുന്ന് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരണമേ. ആമേൻ. ഇന്ന് നമ്മൾ സഭയുടെ ഒരു പ്രത്യേക സ്വഭാവത്തെക്കുറിച്ച് പഠിക്കാൻ പോവുകയാണ്. നല്ല സ്വഭാവമാണ് കേട്ടോ. വിശുദ്ധ കുർബാനയിൽ നമ്മൾ ചൊല്ലുന്ന വിശ്വാസ പ്രമാണത്തിൽ ഒരു വാചകമുണ്ട്. നമ്മളെന്നും എല്ലാ വിശുദ്ധ കുർബാനയിൽ തന്നെയും ഏറ്റുചൊല്ലുന്ന ഒരു വചനമാണ്, ഒരു വാക്യമാണിത്. നിങ്ങളിന്ന് കുർബാന പുസ്തകം എടുത്തിട്ട് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടാവില്ലായിരിക്കാം, നിങ്ങളുടെ കയ്യിലുണ്ടാകുമല്ലോ. ഒന്ന് തുറന്ന് നോക്കിയിട്ട് അതൊന്ന് നിങ്ങളുടെ പെൻസിൽ കൊണ്ടൊന്ന് അടിയെ വരെ ഇട്ട് വെക്കണേ. കാരണം 8ാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങൾ പഠിക്കുമ്പോൾ ഇനി നമ്മൾ പ്രാർത്ഥന ചൊല്ലുമ്പോൾ നമ്മൾ പഠിച്ച കാര്യമാണ് ഏറ്റു പറയാൻ പോകുന്നത്. വിശ്വാസ പ്രമാണം ബോധപൂർവം നമുക്ക് ചൊല്ലുമ്പോൾ നമ്മൾ ഓർമ്മയോടെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്ന് ആവർത്തിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ്. അവിടെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്കിപ്പോൾ എത്ര വയസ്സായി ഉണ്ടാവും? 13 എങ്കിലും അല്ലേ? 5ാം ക്ലാസ്സിലെങ്കിലും 1ാം ക്ലാസ്സിലെത്തിയാൽ ചിലർ 4 വയസ്സിൽ ചേർത്തിട്ടുണ്ട്, 5 വയസ്സിലെങ്കിലും ചിലർ 4 വയസ്സിലെത്തിയിട്ടുണ്ടാവും. 13 വയസ്സിൽ, അതിനു മുമ്പ് നമ്മൾ ഏകദേശം 9 മാസം 10 മാസം അമ്മയുടെ ഉദരത്തിലായിരുന്നു. പിതാവായ ദൈവം നമ്മളെ അതിനു മുമ്പേ കണ്ടു. ഈ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞു. ഏകദേശം 14 വർഷത്തോളം നമ്മൾ അറിഞ്ഞും അറിയാതെയും നമ്മുടെ അമ്മമാരും നമ്മുടെ പപ്പയുമൊക്കെ നമുക്ക് വേണ്ടി ഏറ്റുചൊല്ലിയതും, നിങ്ങളുടെ മാമോദീസ സമയത്ത് ഇതൊക്കെ ചൊല്ലിയിട്ടുണ്ട്, ഏറ്റുചൊല്ലിയതും പിന്നീടും നമുക്ക് ബോധപൂർവം നമ്മൾ ചൊല്ലിയതും ബോധമില്ലാണ്ട് ചൊല്ലിക്കൂട്ടിയതും ഒക്കെ എത്ര വർഷമാ? ഏകദേശം 14 വർഷത്തോളമായി നിങ്ങളുടെ ഹൃദയങ്ങളിൽ, നിങ്ങളുടെ ചെവികളിൽ, നിങ്ങളുടെ മനസ്സിൽ അലയടിക്കുന്നുണ്ട്. എന്താണ് സഭ? ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമ്മൾ ചൊല്ലുമ്പോൾ ബോധപൂർവം ചൊല്ലണം. കാരണം നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന പ്രമാണമാണ്. വീട്ടിൽ ചൊല്ലുന്ന മുൻപത്തെ വിശ്വാസ പ്രമാണത്തിൽ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും നമ്മൾ വൈകുന്നേരത്തെ കുടുംബ പ്രാർത്ഥനയ്ക്ക് ചൊല്ലാറുണ്ട്. അതിൽ ഈ വചനം, ഈ വാക്യമില്ല, പറയുന്നില്ല. നിത്യ വിശ്വാസ പ്രമാണം എന്നൊക്കെ പറയുന്ന ഈ വിശ്വാസ പ്രമാണത്തിലാണ്, വിശുദ്ധ കുർബാനയിൽ ഉപയോഗിക്കുന്ന വിശ്വാസ പ്രമാണത്തിലാണ് ഈ വാചകമുള്ളത്. ശ്രദ്ധിക്കും. ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, നമ്മളിനി അടുത്ത ഒരു 4 ലെസണിൽ പഠിക്കാൻ പോകുന്നത് ഈ സഭയുടെ പ്രത്യേകതകളെക്കുറിച്ച്. ആദ്യത്തേതാണ് സഭ ഏകമാണ്. ഏറ്റവും നല്ല ഒരു ഉദാഹരണം ഒന്ന് പറയാമോ? ഈശോ തന്നെ പറഞ്ഞിരിക്കുന്ന, സുവിശേഷത്തിൽ പറഞ്ഞു വച്ചിരിക്കുന്ന ഒരു ഉപമയാണത്. മുന്തിരിച്ചെടിയുടെ ഉപമ. മുന്തിരിച്ചെടി എന്ന് പറയാൻ കാരണം അക്കാലത്ത് ആ നാട്ടിലൊക്കെ വളരെ പ്രസിദ്ധമായിട്ടും എല്ലാ സ്ഥലത്തും സുലഭമായിട്ടും കാണുന്ന ഒരു ചെടിയാണ് മുന്തിരിച്ചെടി. അതുകൊണ്ട് മാത്രമായില്ല, മുന്തിരിച്ചെടിയും നമ്മളും തമ്മിൽ ഭയങ്കര ഒരു ബന്ധമില്ലേ? എന്തായിരിക്കും അത്? ഈശോ നമ്മൾ
എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന വീഞ്ഞ് എന്തിൽ നിന്നുണ്ടാക്കുന്നതാ? മുന്തിരിയിൽ നിന്നാണ്. മുന്തിരി എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ ഫ്രൂട്ട്സ് വാങ്ങിക്കുമ്പോൾ ഫ്രൂട്ട്സ് കാണുമ്പോൾ നമ്മൾ മുന്തിരി കണ്ടാൽ ഉടനെ ഓർമ്മ വരണം ഈശോയുടെ തിരുരക്തം, വിശുദ്ധ കുർബാന. ഈ മുന്തിരി ചെടിയാണ് ഈശോയ്ക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു ചെടിയാണ് ഈ മുന്തിരി ചെടി. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലാണ് മുന്തിരിച്ചെടിയുടെ ഉപമയെക്കുറിച്ച് പറയുന്നത്. ഈ സഭ ഏകമാണ് എന്ന് പറഞ്ഞാൽ അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറയുന്നതാണ് മുന്തിരിച്ചെടി. നിങ്ങൾ കണ്ടിട്ടുണ്ടോ മുന്തിരിച്ചെടി? അതും ഇന്ന് നെറ്റിൽ, ഗൂഗിളിൽ ഒരുപാട് അവൈലബിൾ ആണ്. മുന്തിരി പറിച്ചെടുക്കണതും അതിനെക്കുറിച്ചുള്ളതൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ ഇന്ന് ഒരുപാട് മുന്തിരിച്ചെടികൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ മുന്തിരിച്ചെടിയുടെ പ്രത്യേകത ചോദിച്ചാൽ നടുവിലുള്ള ആ തണ്ട് അല്പം വണ്ണത്തിലുണ്ടാവും. അതിൽ നിന്ന് ചെറിയ ചെറിയ ശാഖകൾ പൊട്ടി പൊട്ടി ഇങ്ങനെ തളിർത്ത് അത് ചുറ്റി ചുറ്റി കയറി. ഈ മുന്തിരിച്ചെടിയുടെ ഇല ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശ്രദ്ധിക്കണേ. നമ്മുടെയൊക്കെ മിക്കവാറും പള്ളികളിലുള്ള അൾത്താര വിരികളിൽ ഈ മുന്തിരിച്ചെടിയുടെ ഇല വരച്ചു വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ കൊത്തി വെച്ചിട്ടുണ്ടാവും. അതിനൊരു പ്രത്യേകതയുണ്ട് ആ മുന്തിരിച്ചെടിയുടെ ഇല വരയ്ക്കുന്നതിന്. മുന്തിരിച്ചെടിയുടെ ശാഖകൾക്ക് അത്ര ബലമൊന്നുമില്ല, പക്ഷേ തായ്തണ്ട് ബലമുള്ളതാണ്. ഈ തായ്തണ്ട് ആരാണ്? യേശുവാണ് യഥാർത്ഥത്തിലുള്ള തായ്തണ്ട്. തായ്തണ്ടിലുള്ള ശിഖരങ്ങളാണ്, കുഞ്ഞു കുഞ്ഞു ശിഖരങ്ങളാണ് സഭയുടെ ശരീരത്തിലെ അംഗങ്ങളായ നമ്മൾ ഓരോരുത്തരും. തായ്തണ്ടിൽ നിന്ന് ഒരു ശിഖരം, ഒരു ശാഖ വെട്ടിമാറ്റിയാൽ ഉണങ്ങിപ്പോവും. അതിന് വേണ്ടത്ര ജീവരസം ഈ തണ്ടിൽ നിന്ന് വലിച്ചെടുത്തില്ലെങ്കിൽ, എന്ന് വെച്ചാൽ തണ്ടിനോട് ചേർന്ന് നിന്നില്ലെങ്കിൽ അത് ക്ഷീണിച്ച് ഉണങ്ങിപ്പോവും. ഇതാണ് ഏകമായിരിക്കുക എന്ന് വെച്ചാൽ തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കുക. നിങ്ങളുടെയൊക്കെ വീടുകളിലുള്ള, നമ്മുടെ വീട്ടിലുള്ള ഏത് ചെടി എടുത്തു നോക്കിയാലും അങ്ങനെ തായ്തണ്ടിൽ നിന്ന്, അതാണ് വേരുകൾ ആഴത്തിലേക്ക് ഇറങ്ങി വെള്ളവും മറ്റ് പോഷകങ്ങളൊക്കെ വലിച്ചെടുത്തിട്ടാണ് ഇത് വളർന്നു വരുന്നത്. ഇതാണ് ശിഖരങ്ങൾക്ക് കൊടുക്കുന്നത്. ഈ ഒരു ഉപമയാണ് ഇവിടെ വളരെ പ്രത്യേകിച്ചും ഏകമാണ് സഭ. അപ്പൊ സഭ ഏകമാണെന്ന് പറഞ്ഞാൽ ഉടനെ മുന്തിരിച്ചെടീനെ ഓർക്കുക. നമ്മുടെ വീടുകളിലൊക്കെ പലതരത്തിൽ ചെടിയുണ്ട്, പക്ഷെ ഈശോ പറഞ്ഞ ഉപമയല്ലേ, അതുകൊണ്ട് നമുക്ക് അങ്ങനെ തന്നെ പഠിക്കാം, മുന്തിരിച്ചെടി. അപ്പൊ അതുകൊണ്ട് ടെക്സ്റ്റ് ബുക്ക് ഒന്നെടുത്ത് എല്ലാ കുഞ്ഞുമക്കളും പേജ് നമ്പർ 68. 8ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ച് 10 പാഠം കഴിഞ്ഞു കേട്ടോ. 8ാം ക്ലാസ്സിലെ ഫൈനൽ പരീക്ഷയ്ക്കാണ് നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡിഗ്രി കോഴ്സിൻ്റെ 1ാം വർഷം തീരാൻ പോവുകയാണ്. ഉത്സാഹത്തോടെ നമുക്ക് പഠിക്കണം. ടെക്സ്റ്റ് ബുക്ക് ഒന്ന് എടുത്തിട്ട് ചെയ്യേണ്ടത് അവിടെ പറയുന്നുണ്ട്: 1, ചേർന്ന് നിൽക്കണം. 2, ഒരു ജനമാകണം. 3, ഈ ചിതറിക്കിടക്കുന്ന മക്കളെയൊക്കെ ഒരുമിച്ച് ചേർക്കാനാണ് ഈശോ ബലിയർപ്പിച്ചത്, രക്ഷവാഗ്ദാനം ചെയ്തത്. ഇനി നമ്മുടെ ഈ ഉപമ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മുന്തിരിച്ചെടിയെക്കുറിച്ച്: ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ്. എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അത് നമുക്ക് വേണ്ട. ആ വാക്ക് മാത്രം നമുക്ക് ചേർക്കാൻ പാടില്ല. 8ാം ക്ലാസ്സിലെ എൻ്റെ കുഞ്ഞുമക്കൾ ആരും ഫലം തരാത്തവരായി വെട്ടിമാറ്റപ്പെടാൻ വിട്ടുകൊടുക്കരുത്. ഈശോയോട് ചേർന്ന് നിൽക്കുക. വല്ല തെറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ ഓടിച്ചെന്ന് ഈശോനെ നിങ്ങോട് കെട്ടിപ്പിടിക്കുക, പിന്നെ ഈശോ വിട്ടു തരില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഈശോയോട് ചേർന്ന് നിൽക്കണം. ആ ഭാഗം നിങ്ങളൊന്ന് വായിച്ചു പഠിക്കണം. വീണ്ടും സഭയോട് ചേർന്ന് നിൽക്കാനൊക്കെ പറയുന്നതിൽ ഈ നിങ്ങളുടെ ടെക്സ്റ്റിൽ 68-ാമത്തെ പേജിൽ ഒരു തിരുസഭ എന്ന് പറഞ്ഞ ബ്രാക്കറ്റിൽ കിടക്കണുണ്ടോ? ഇതെന്താ സാധനം? നമ്മുടെ യഥാർത്ഥത്തിലുള്ള തിരുസഭ എന്ന് പറയുന്ന ആ സഭയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് 2ാം വത്തിക്കാൻ കൗൺസിൽ കഴിഞ്ഞപ്പോൾ 16 പുസ്തകങ്ങൾ എന്ന് പറയുന്നത്, ഇങ്ങനെ അതിനകത്ത് കാരണമുണ്ട് അങ്ങനെ പറയാൻ, 16 പ്രമാണരേഖകളിൽ നിന്നും പറയാം. എങ്കിലും ഇതിനെ 16 എണ്ണത്തിന് നമ്മൾ ഇങ്ങനെ തിരിക്കുന്നുണ്ട്. 1, നമുക്ക് അതിനകത്ത് 4 പ്രമാണരേഖകളുണ്ട്. പ്രധാനപ്പെട്ട പഠനങ്ങൾ 4 പ്രമാണരേഖകളുണ്ട്. നിങ്ങൾ ആ വാക്കുകളൊന്നും പഠിച്ചിരിക്കണേ. ഡിക്രികൾ 9 എണ്ണമുണ്ട്. പിന്നെ ഡിക്ലറേഷൻസ് 3 എണ്ണമുണ്ട്. പ്രഖ്യാപനങ്ങൾ എന്നും പറയാം 3 എണ്ണമുണ്ട്. ഇത് നിങ്ങൾ പഠിച്ചിരിക്കണം.
ഇതാണ് നമ്മുടെ സഭ ഏകമാണ് എന്ന് പറയും. ഇനി സഭയ്ക്ക് ചില പ്രത്യേകതകളുണ്ട്. ഒരു ഇടയൻ ഒരു തൊഴുത്ത് എന്നൊക്കെ നമ്മളോട് പറഞ്ഞിട്ടില്ലേ? നമ്മൾ അറിയണം, പഠിക്കണം. നമുക്ക് ഒരു ഇടയനും ഒരു ആരാണ് ഇടയൻ? യേശു. ഒരു തൊഴുത്ത്, ആ തൊഴുത്തിലെ ആട്ടിൻകൂട്ടം ആരാണ്? നമ്മൾ ഓരോരുത്തർ. ഈ ഒരു സ്വപ്നം, ഇതാണ് ഏകമാണ് എന്ന ചിന്തയിൽ നമുക്കുണ്ടാകണം. ഇനി ഒന്ന് രണ്ട് സഭയുടെ പ്രത്യേകതകളെ കുറിച്ച് കൂടിയാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. സഭ വിശ്വാസികളുടെ കൂട്ടായ്മ, അതുപോലെ തന്നെ വിശ്വാസപരമായ ഐക്യം, കൂദാശകളിലെ ഐക്യം. ഈ മൂന്ന് കാര്യങ്ങളിൽ നമ്മളൊന്ന് പ്രത്യേകം ഇവിടെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ശ്ലൈഹികമായ ഐക്യം. അപ്പോൾ നമുക്ക് വിശ്വാസികളുടെ കൂട്ടായ്മയാണ് തീർച്ചയായിട്ടും അറിയാമല്ലോ. ആദിമ സഭ എല്ലാത്തിലും ഒരുമിച്ച് ചേർന്നു അപ്പം ഒരിക്കൽ ശുശ്രൂഷ, പ്രാർത്ഥന, എല്ലാത്തിലും താല്പര്യപൂർവ്വം പങ്കുചേർ ഒരു കൂട്ടായ്മയാണ്. അതാണ് ഏകം, ഒന്നിച്ചു നിൽക്കണം. അത് നിർബന്ധമായിട്ടൊരു കാര്യമാണ്. വീണ്ടും ഇവിടെ പറയുന്ന ഒരു വാക്ക് കൂടെ നമുക്ക് പുതിയതൊന്നും കൂടെ പഠിക്കേണ്ട. നോട്ട്ബുക്ക് നിർത്തിയ മക്കളെ നമുക്ക് എഴുതി വെക്കണം കേട്ടോ. അതായത് ഗ്രീക്ക് ഭാഷ നമുക്ക് പരിചയമായിപ്പല്ലേ. ഗ്രീക്ക് 8ാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങളൊക്കെ ഗ്രീക്കിൽ എക്സ്പേർട്സ് ആയി. നമ്മൾ എത്ര ഗ്രീക്ക് വാക്കാണ് പഠിച്ചത്? പിന്നെ കൂടെ ഒരെണ്ണം കൂടെ നമുക്ക് ഇന്ന് പുതിയത് പഠിക്കണം. കൊയിനോനിയ. ഒന്ന് പറഞ്ഞ എല്ലാവരും. കൊയിനോനിയ, കൂട്ടായ്മ, അതാണ് അർത്ഥം. കൊയിനോനിയ എഴുതി വെച്ച്. ഗ്രീക്ക് ആരെങ്കിലും കാണുമ്പോൾ പറയണം കൊയിനോനിയ ആയിരിക്കണം. കൊയിനോനിയയിലേക്ക് വരണം എന്ന് പറയുമ്പോൾ ഇതെന്ത് കൊയിനോനിയ? ഗ്രീക്ക്. ആ പദം ഒന്ന് പറഞ്ഞ് പഠിക്കണം. നമ്മൾ കൂട്ടുകാരോടൊക്കെ അത് പറയണം, നമുക്ക് സന്തോഷം ഉണ്ടാവും. അടുത്തത് നമുക്ക് ഇങ്ങനെ ഈ വിശ്വാസത്തിലാണ് വിശ്വാസമാണ് നമ്മളെ ഐക്യപ്പെടുത്തുന്നത്. അടിസ്ഥാനപരമായി സഭയെ ഒരു കൂട്ടായ്മയാക്കുന്നത് വിശ്വാസമാണ്. ഇനി ബാക്കി നമുക്കറിയാം, കൂദാശകൾ നമ്മളെപ്പോഴും തമ്പുരാനിലേക്ക് ചേർത്ത് നിർത്തുന്നത്. നമുക്ക് 7 കൂദാശകളാണുള്ളത്. കത്തോലിക്ക സഭ എവിടെയൊക്കെയുണ്ടോ അവിടെ എല്ലാ സ്ഥലത്തും 7 കൂദാശകളുണ്ട്. ഈ കൂദാശകൾ വഴി നമ്മൾ വീണ്ടും ഒരേ കൂദാശകൾ, ഒരേ വിശുദ്ധ കുർബാന, ഒരേ മറ്റു കൂദാശകൾ അതിൽ പങ്കുചേരുന്നത് വഴി ഈ ഐക്യത്തിലേക്ക് അവർ. ഇനി നമ്മളെ നയിക്കാനുള്ളവരാരാണ്? സ്ലീഹന്മാരാണ്. അപ്പോൾ ഈ സ്ലീഹന്മാരുടെ കൂട്ടായ്മ, സ്ലീഹന്മാരുടെ ഐക്യം, അവരാണ് ആദ്യം സഭയ്ക്ക് രൂപം കൊടുത്തത്. ഇവരെല്ലാം യേശുവിൽ നിന്ന് ആരംഭിച്ചു. ശിഷ്യന്മാർ അത് ഏറ്റെടുത്തു, നമുക്ക് കൈമാറി തന്നു. ഇന്ന് മെത്രാന്മാർ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഏകമായ സഭയെക്കുറിച്ച് പഠിച്ചപ്പോൾ എൻ്റെ മക്കൾക്ക് കിട്ടിയ ബോധ്യം എന്താ ഒന്ന് പറയാമോ? എഴുതി വെക്കണം നോട്ട്ബുക്കിൽ. ഈശോ സ്ഥാപിച്ച സഭ ഏകമാണ്, ഒന്നാണ്. അതൊന്നായിരിക്കാൻ ഈശോയ്ക്ക് ആഗ്രഹമാണ്. മനോഭാവം എന്താ? ഈ കത്തോലിക്ക സഭയുടെ ഇത്രയും വലിയൊരു കൂട്ടായ്മയിൽ എന്നെ അംഗമാക്കിയതിന് നന്ദിയുണ്ടാകും. ശീലം അതെന്താ നമുക്ക് പറയാൻ പറ്റുക? ശീലം ഈ സഭാമക്കൾ എന്നും കൂട്ടായ്മയിലായിരിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം തീർച്ചയായിട്ടും. അതോടൊപ്പം തന്നെ ഒരു ആക്ടിവിറ്റി ഉണ്ട്. ഇന്ന് ഒരു വചനം നമുക്ക് പഠിക്കണം. അതായത് യോഹന്നാൻ, ഒന്ന് എഴുതി വെച്ചേ, ഇത് പ്രത്യേകം ഓർക്കണേ. യോഹന്നാൻ 17:21. എല്ലാവരും അത് കാണാതെ പഠിക്കണം. ആ വീഡിയോ എടുത്ത് നിങ്ങളുടെ ഇപ്രാവശ്യം നിങ്ങളത് പഠിച്ചു വെച്ച് പപ്പയോ മമ്മിയോ പറഞ്ഞു കേൾപ്പിക്കാം. എന്നിട്ട് പപ്പ അല്ലെങ്കിൽ മമ്മി വേണം ടീച്ചറിനോട് പറയാൻ എൻ്റെ മോള് പഠിച്ചു എന്ന് പറയിപ്പിക്കണം. അപ്പം അത് നിങ്ങൾ ടീച്ചറിന് പപ്പയോ മമ്മിയോ മെസ്സേജ് നിങ്ങൾ അയപ്പിക്കണം. മറ്റൊന്ന്, ഈ 17 യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായം ഇന്ന് കുടുംബ പ്രാർത്ഥനയുടെ സമയത്ത് ഉറക്കെ വായിക്കും. അങ്ങനെ ഈശോ നമ്മെ ഒന്നിച്ചു നിൽക്കാൻ അനുഗ്രഹിക്കട്ടെ. ആമേൻ.